മണ്ണിടിച്ചിലുണ്ടായ വയനാട് കള്ളാടിയിൽ ഇന്ന് വിദഗ്ധ സമിതി പരിശോധന നടത്തും. 3-അംഗ സമിതിയാണ് പരിശോധന നടത്തുക. മൺകൂനയും ഇടിഞ്ഞ മണ്ണും 3 ദിവസത്തിനുള്ളിൽ നീക്കം ചെയ്യാൻ നിർമ്മാണ കമ്പനിക്ക് സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മീനാക്ഷി പാലത്തിന്റെ ബലക്ഷയം പരിശോധിച്ച് കൈവരികൾ സ്ഥാപിക്കാൻ പൊതുമരാമത്ത് വകുപ്പിനെ ചുമതലപ്പെടുത്തിയിട്ടുമുണ്ട്. ശരത് എസ് ഉണ്ട് നമുക്കൊപ്പം വിവരങ്ങൾ നൽകാൻ. ശരത്ത്, ആകെ 8 മരണമാണ് സംഭവിച്ചത്, 8 ജീവനുകൾ നഷ്ടമായി. അവസാന മൃതദേഹം ഇന്നലെയാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഇനിയിപ്പോൾ ഈയൊരു ഭാവിയാണ് അറിയേണ്ടത്. ഈ ഒരു തുരങ്കപാതയുടെ ഭാവി എന്താകും? അവിടെ എന്തെങ്കിലും തരത്തിലുള്ള അപകടങ്ങൾക്ക് ഇനിയും സാധ്യതയുണ്ടോ? ഇത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് ശരിയാവുക? എന്തൊക്കെ കാര്യങ്ങൾ സ്വീകരിക്കണം? ഇനി എന്തൊക്കെ മുൻകരുതലുകൾ ശ്രദ്ധിക്കണം? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം വരും ദിവസങ്ങളിൽ കണ്ടെത്തേണ്ടതുണ്ട്. ശരത്ത്. ഷിയാസ്, തീർച്ചയായും അതായത് തിരച്ചിൽ ഇന്നലെ തന്നെ പൂർത്തിയായതാണ്. ഈ സാഹചര്യത്തിലാണ് ഈ തുരങ്കപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട മണ്ണ് നീക്കം ചെയ്യുന്ന നടപടികൾ ഉടൻ തന്നെ ആരംഭിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. അതായത് മണ്ണ് നീക്കം ചെയ്യാൻ നിലവിൽ അങ്ങനെ എത്ര എളുപ്പം നീക്കം ചെയ്യാൻ സാധിക്കില്ല. കാരണം മണ്ണ് നീക്കം ചെയ്യുന്ന സാഹചര്യത്തിൽ വീണ്ടും അപകടമുണ്ടാകുമോ എന്ന ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് വിദഗ്ധ സമിതിയെ സർക്കാർ നിയോഗിച്ചിട്ടുള്ളത്. കോഴിക്കോട് NIT പ്രൊഫസർ ഡോക്ടർ സന്തോഷ് ജി തമ്പി, പരിസ്ഥിതി ഡയറക്ടറേറ്റ് എഞ്ചിനീയർ ഡോക്ടർ ജൂഡ്, NCSSലെ പ്രതിനിധി അടക്കമുള്ള 3-അംഗ സമിതിയാണ് ഇന്നിപ്പോൾ എന്തായാലും ഈ മണ്ണിടിച്ചിലുണ്ടായ പ്രദേശത്ത് പരിശോധന നടത്തുക. രാവിലെ ഒരു 10 മണിയോടുകൂടി തന്നെ വിദഗ്ധ സമിതി അവിടെ എത്തിയേക്കുമെന്നുള്ള വിവരമുണ്ട്. അതായത് നിലവിൽ ഏത് വിധത്തിലാണ് ഈ മണ്ണ് നീക്കം ചെയ്യേണ്ടത് എന്നുള്ള കാര്യമായിരിക്കും പരിശോധിക്കുക. കാരണം പൂർണ്ണമായും മണ്ണ് അത്ര എളുപ്പം നീക്കം ചെയ്യാൻ സാധിക്കില്ല. ഏത് ഭാഗത്ത് നിന്ന് മണ്ണെടുത്താൽ മറ്റ് ആശങ്കകൾ, അപകടങ്ങളൊക്കെ തന്നെ ഒഴിവാക്കാൻ കഴിയുമെന്നുള്ളത് ഈ വിദഗ്ധ സമിതി നിർദ്ദേശിക്കുകയും ചെയ്യും. ഒരാഴ്ചയ്ക്കുള്ളിൽ ഈ വിദഗ്ധ സമിതി റിപ്പോർട്ട് സമർപ്പിക്കുമെന്നുള്ളതാണ് എന്തായാലും മനസ്സിലാക്കുന്നത്. ആ റിപ്പോർട്ടിന് കൂടി അടിസ്ഥാനത്തിൽ മണ്ണ് നീക്കുന്ന നടപടികൾ ആരംഭിക്കും. ഒപ്പം അടിഞ്ഞുകൂടിയ മണ്ണ് നീക്കാൻ കഴിഞ്ഞ ദിവസം തന്നെ തീരുമാനമായതാണ്. അത് നീക്കുന്ന നടപടികൾ തുടരുകയും ചെയ്യും. അതിനൊപ്പം തന്നെ ഈ പാലത്തിന്റെ ബലക്ഷയം സംബന്ധിച്ചുള്ള പരിശോധന ആവശ്യമാണ്. മീനാക്ഷി പാലത്തിലേക്കായിരുന്നു ഈ മണ്ണിടിച്ചതിന് പിന്നാലെ മണ്ണും മറ്റു ഒക്കെ തന്നെ അടിഞ്ഞു വന്നു വീണത്. അതുകൊണ്ട് തന്നെ പാലത്തിന്റെ ബലക്ഷയം പരിശോധിക്കേണ്ടതുണ്ട്. ഒപ്പം കൈവരികൾ സ്ഥാപിക്കാനും ഇതിന് PWDയെ സർക്കാർ ഇന്നലെ ചുമതലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം മീനാക്ഷി പുഴയുടെ ഒഴുക്കുമായി ബന്ധപ്പെട്ട് ജലസേചന വകുപ്പിനും ചുമതല നൽകിയിട്ടുണ്ട്. ഈ അടിഞ്ഞുകൂടിയ മണ്ണ് നീക്കം ചെയ്യാൻ നിർമ്മാണ കമ്പനിക്ക് തന്നെയാണ് ചുമതല നൽകിയത്. എന്തായാലും വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഈ തുരങ്കപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട കൂട്ടിയിട്ട മണ്ണ് ഇനി എന്തു ചെയ്യണമെന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരിക. ശരി ശരത്.